കാലങ്ങൾ മാറി ഓർമ്മകൾ പൂത്തു, ജീവിത വഴികളിൽ കഥകൾ പിറന്നു. സാജൻ ചെമ്പഴയുടെ ഇന്നലെകൾ, മഴ നനഞ്ഞ ബാല്യത്തിന്റെ പാതകളിൽ സ്വപ്നം വിതച്ചൊരു യാത്രയായിരുന്നു. ഏവർക്കും ഇന്നലകളുടെ 10ാം ദിവസത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഓർമ്മ എല്ലാവരുടെ മനസ്സിലും ഞാനിത് പറയുമ്പോൾ കടന്നു വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ദിവസത്തെ തുടക്കം 90കളുടെ കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസവും കാഴ്ചപ്പാടും. പുലർച്ചെ അപ്പച്ചൻ റേഡിയോ ഓൺ ചെയ്തു. ഈ റേഡിയോയിലെ തുടക്കം ഓൺ ചെയ്യുമ്പോഴുള്ള ഒരു സ്റ്റാർട്ടിങ് ഇന്നും പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അവിടുത്തെ പരിപാടികളെല്ലാം തന്നെ അത്രയും ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് ഇപ്പോഴും നമ്മളെ പഴയ ആ ഒരു കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचकः बलदेवानन्दसागरः. വയനും വീടും. പ്രഭാതഭേരി. നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51 മിനിറ്റും 48 സെക്കൻഡും. ഈ കേട്ടതുപോലെ റേഡിയോയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് രാവിലെ ഇന്ന് പ്രത്യേകിച്ച് ആശാമുള്ളിക്കുടുത്തി പോകണ്ടാത്തതുകൊണ്ട് തന്നെ അവധിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ കുരുത്തക്കേടിന്റെ കളികളുടെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. രാവിലെ തന്നെ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് അങ്കിൾ ഉണ്ടാക്കി തന്ന ആ വണ്ടി വലിച്ചുകൊണ്ട് വീടിന് ചുറ്റും നടക്കുന്നു. അത് കഴിഞ്ഞ് വീടിന് തൊട്ടപ്പുറത്തുള്ള 2 കുട്ടികൾ ബീന, ബിനു, അവരെയും കൂട്ടിക്കൊണ്ട് ഞാനും പെങ്ങളും എല്ലാം പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കളിക്കുന്ന കളികൾ ഈ അരിയും കൂട്ടാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ പഴയകാല ഓർമ്മകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിയാണല്ലോ അത്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അപ്പച്ചൻ കമ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പി എടുത്തുകൊണ്ട് പറമ്പിലെ പ്ലാവലെല്ലാം കുത്തി ഈ ആടിന് കൊണ്ടിട്ട് കൊടുക്കുന്ന ഒരു രീതി. അപ്പം അത്യാവശ്യം നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇല ഇങ്ങനെ കുത്തി 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 പ്ലാവല എടുത്ത് ആടിനെ കൊണ്ട് കൊടുക്കുന്ന ഒരു അനുഭവം. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം അങ്കിള് പതുക്കെ പഴയ രീതിയിലുള്ള ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് സെറ്റ് ചെയ്ത് ഒരു പാട്ട് പണ്ടത്തെ കാസറ്റിലാണ് ഇടുന്നത്. ആ കാസറ്റിന്റെ ഓർമ്മകളൊക്കെ ഇന്നും മനസ്സിലേക്ക് കടന്നു വരികയാണ്. കാരണം കാസറ്റിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു കാസറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒട്ടിച്ചിട്ട് പാട്ട് കേട്ടിരുന്ന ഒരു മറക്കാനാവാത്ത ഒരു ബാല്യകാലം. അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറുമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉറക്കമൊക്കെ കഴിഞ്ഞു വന്നപ്പം എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ കൊച്ചമ്മ സുജച്ചേച്ചി വീടിൻ്റെ പുറകിലിരുന്ന് നാട്ടുകല്ലിൽ അരിയും ഉഴുന്നും അരച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു കല്ലിനകത്ത് അതിൻ്റെ കുഴവി ഇട്ട് കറക്കി 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 കുറേ സമയം എടുത്തിട്ടാണ് ഈ അരിയും ഉഴുന്നും മാവുന്ന രൂപത്തിലേക്ക് ആയി വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കേട് കാണിക്കാനായിട്ട് അതിനകത്ത് വന്ന് കൈയൊക്കെ ഇടുന്ന അനുഭവമുണ്ട്. അമ്മച്ചി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയിട്ടുണ്ട്. അതും പറമ്പിലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചാട്ടോ ഓട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലോട്ട് കയറുന്ന ഒരു അനുഭവമാണ്. അവിടെ അതിലും വലിയ ഒരു നൊസ്റ്റാളജിയാണ്
കാണാനായിട്ട് സാധിച്ചത്. പണ്ടത്തെ വീടുകൾക്ക് കരണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഈ പറയുന്നതിന്റെ കൂട്ട് ചിമ്മിനി വിളക്കിന്റെ പ്രകാശത്തിലാണ് എല്ലാവരും വെളിച്ചം കണ്ടിരുന്നത്. അത് എൻ്റെ വീട്ടില് ഒരു 3-4 ചിമ്മിനി വിളക്കുണ്ട്. അത് ക്ലീൻ ചെയ്യുകയും അതിനകത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും അതിന് തിരിയിടുകയൊക്കെ ചെയ്യുന്ന വലിയൊരു അനുഭവമായിട്ടുള്ളൊരു കാഴ്ച എന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് അമ്മയുടെ അനിയത്തി ശോഭ ആന്റിയും കൂടി ഇരുന്ന് ക്ലീൻ ചെയ്യുന്നത് ഞാനും പെങ്ങളും എല്ലാം വന്ന് നോക്കി നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഈ തിരി കത്തിച്ച് വെളിച്ചം വരുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. കാരണം ഇന്നാണ് നമുക്ക് വലിയ പ്രകാശമുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചിമ്മിനി വിളക്ക് തരുന്ന പ്രകാശം അത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് കിട്ടാത്ത ഒരു വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാണ് നമ്മളെ നയിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പഴയ കാലത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ പഴയ കാലത്തിലേക്ക് നമ്മൾ ഓടിപ്പോകുന്നതും അങ്ങനെയുള്ള അനുഭവത്തിലേക്കാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ റേഡിയോ ഓൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 ബാറ്ററി മേടിച്ചിട്ടിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന റേഡിയോകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ രസകരമായ നല്ല അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു അനുഭവം പേർക്ക് പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി.